നമ്മൾ വളരെ നമ്മളതിനെ ഉപേക്ഷയിൽ ഉപേക്ഷയോടായിരിക്കും. അല്ലെങ്കിൽ ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ലോകധർമ്മങ്ങളിൽ അവിടെ എത്തിച്ചേരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപേക്ഷിച്ച അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ശീലങ്ങൾ വളരെ ആവശ്യം. ശീലം ഉണ്ടെങ്കിലേ നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏതാണ്ട് 6 കൊല്ലമായിട്ട് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത്. ഒരു ശീലമാണ്. ആ ശീലം വളർത്തിയെടുക്കുന്നത് അനിവാര്യമാണ്. എങ്ങനെയാണ് ശീലത്തിന് ഗുണം എന്നറിയുന്നത്? ഫലമുണ്ടാകുന്നത്. ഒരു ശീലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകുന്നത് അതോടൊപ്പം നമ്മൾ ഫലമുണ്ടാക്കും. അതെങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്? ഈ ലോകത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുന്നത്. ഈ ലോകത്തെ ബോധ്യം ഉണ്ടാകുന്ന നമുക്കറിയാം. എന്താ ഈ ലോകത്തിൻ്റെ സവിശേഷത? ഈ ലോകത്തിന് പ്രത്യേകത അല്ലേ? പ്രസാദ പറഞ്ഞു കേട്ടു അല്ലേ? ഒരു പ്രത്യേകത എന്താണ്? ഇതെപ്പോഴും മാറ്റത്തിനുണ്ടായിരുന്നു, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന. നമുക്കറിയാം ഒരു 6 കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല പോലെ. അതേപോലെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് സത്യമാണ്. ആ നിരന്തരം മാറ്റത്തിന് വിധേയമാണ്. അതോടൊപ്പം തന്നെ അത് നമ്മൾ എങ്ങനെ അറിയുന്നത്? നമ്മൾ അത്തരം മാറ്റങ്ങളിൽ നമ്മൾ കൂടുതലായി അറിയുവാൻ വേണ്ടി നമുക്ക് ശീലങ്ങളുണ്ടാകും. ആ ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ശീലമുണ്ടാക്കാൻ നമ്മുടെ ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം ശീലമുണ്ടാക്കാൻ നമുക്ക് ധ്യാനം ചെയ്യാറുണ്ട്. സമാധി ഉണ്ടാക്കിയെടുക്കും. ശീലത്തിലൂടെ നമുക്കുണ്ടാകുള്ളൂ സമാധി ഉണ്ടാകും. ഒരു ശീലം ഉണ്ടെങ്കിൽ മാത്രമേ സമാധി ഉണ്ടാവുകയുള്ളൂ. ആ സമാധിയിൽ നിന്ന് മാത്രമേ നമുക്ക് ജ്ഞാനം ഉണ്ടാകും. ഇത് പ്രജ്ഞയുണ്ടാകും. ഈ പ്രജ്ഞയാണ് നമ്മൾ തേടുന്ന ഒരു മനുഷ്യൻ്റെ ആത്മീയമായ അവസാനം അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അവസ്ഥയിൽ എത്തുവാൻ ഒരു പ്രജ്ഞ എത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത്. പല ഉദാഹരണത്തിന് സമ്പത്ത് പോയാൽ സാധാരണ കേൾക്കുന്നില്ലേ? സമ്പത്ത് പോയാൽ നമുക്ക് വീണ്ടും ഒരു ദുഃഖം ഉണ്ടാകും. നമ്മൾ ദാനം ചെയ്താലോ ആ ദുഃഖം ഉണ്ടാവില്ല എന്നാണല്ലേ? അപ്പോൾ ഇതെല്ലാം കാരണം എന്താണ്? ആത്യന്തികമായി നമ്മൾ എത്തിച്ചേരേണ്ടത് നമ്മുടെ ജ്ഞാനത്തിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്, സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ പലതരത്തിലുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുക. ഈ ശീലം വളർത്തിയെടുക്കുന്നത് ഓരോ മനുഷ്യനും ഓരോ സ്വഭാവമുണ്ട്. എല്ലാവരുടെ കുറച്ച് പല സ്വഭാവമുണ്ട്. ഏറ്റവും വ്യത്യസ്ത സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണം, നമ്മൾ ശീലം വളർത്തിയെടുക്കുമ്പോൾ ആ ശീലത്തിന് വേണ്ടി, ആ ശീലം ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടി, ആ ശീലത്തിന് നിരന്തരം കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നിരന്തരമായ ധ്യാനം ഉപയോഗിച്ചിട്ട് ധ്യാനം. അപ്പോൾ ധ്യാനത്തിൽ തമ്മുന്ന അല്ലെങ്കിൽ അനുഷ്ഠീന ധ്യാനത്തിന് വിഷയം നമ്മൾ തന്നെ അത് വിഷയമുണ്ട്. ആ വിഷയങ്ങൾ സ്വീകരിച്ചു വേണം ഓരോ വ്യക്തിയും നമ്മുടെ സ്വഭാവത്തിൽ ശീലമുണ്ടാകും. അതെങ്ങനെയാകാം? ഒരു 10 മിനിറ്റ് നമ്മളൊരു ധ്യാനത്തിലൂടെ ശീലം തളർന്നു പറഞ്ഞാണ് പറയുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ നിശ്ചയം കഴിക്കാം. നമുക്കിപ്പം നമ്മുടെ സാധാരണ നോക്കാം, മൈത്രി എന്നുള്ളതും ആ വാക്കുപോലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റും മാത്രം അതെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ആ മൈത്രി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം? ആ മൈത്രി ഉണ്ടാക്കേണ്ട ആരാണ്? ദ്വേഷം എന്ന സ്വഭാവമുള്ള വ്യക്തികൾ തെരഞ്ഞെടുക്കുന്നതാണ് ഈ മൈത്രി ഭാവനയാണ്. ആ മൈത്രി ഭാവന ഒരു ധ്യാനമാണ് അല്ലേ? എന്താണ്? ശത്രു ഇപ്പോൾ പറഞ്ഞു പുതിയതായെന്ന് പറഞ്ഞാൽ ശത്രുവിന് പോലും വിദ്വേഷം ഉണ്ടാകാൻ നമ്മൾ അവരെയും കൂടി അവർക്ക് സുഖം ഉണ്ടായിക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നത് അല്ലെ? ആദ്യം നമ്മൾ സംബന്ധിക്കട്ടെ. അപ്പം അതുണ്ടാകാൻ എന്ത് ഉണ്ടാകുന്നത്? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ട എന്താണ്? അത് വളർത്താൻ വേണ്ടി മൈത്രി നമുക്ക് സുഖമുണ്ടാവട്ടെ, ഉണ്ടാവട്ടെ എന്നുള്ള ധ്യാനത്തെ മുറയാണ് ഞാൻ പറഞ്ഞത്. ആ ധ്യാനം നമ്മൾ അഭ്യസിക്കണം. ആ ധ്യാനം അഭ്യസിക്കുന്നുണ്ടാവും മറ്റുള്ളവരുടെ ഈ സ്നേഹവും കരുതലൊക്കെ നമ്മൾ ആത്യന്തികമായി ഉൾപ്പെടുത്തും. നമ്മൾ അത് ശീലമാക്കണം. ആ ശീലമാക്കിയതിൻ്റെ ആ ശീലങ്ങൾ ഒരു അല്ലെങ്കിൽ മറ്റൊരാൾക്കാർ സാധാരണ പറഞ്ഞാൽ ആകർഷണീയത്വം എന്ന് പറയും. ആകർഷണത്തെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ആകർഷണം ഒരു നല്ലൊരു വ്യക്തിയെ കാണുമ്പോൾ സുഖമായ വ്യക്തി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഒരു സൗന്ദര്യം വളർന്നത് കാണുന്നത് ഒരു ആകർഷണം ഉണ്ടാകും അല്ലേ? അങ്ങനെ ആകർഷണം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ആകർഷണത്തിന് വിരുദ്ധമായ ഒരു അഭ്യാസക്രമമുണ്ട്. 10 നേരം ശരീരത്തിലുള്ള നമ്മുടെ അവസ്ഥകളെ നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ച് ആലോചിക്കുക, ധ്യാനം ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വഭാവങ്ങളൊന്നും പറഞ്ഞു വിടുതൽ ചെയ്യും. അങ്ങനെ വിടുതൽ ചെയ്ത് നമ്മളെന്താ ഇതിനുവേണ്ടി വിടുതൽ ചെയ്യുന്നത് ഇത് മറ്റൊന്നു വേണ്ടിയല്ല, നമ്മുടെ മനസ്സിന് എന്താണ് ശാന്തി ലഭിക്കാൻ വേണ്ടിയാണ് അല്ലേ? എന്ത് ശാന്തിയാണ്? പക്ഷേ നമുക്ക് ശീലത്തിലൂടെ സമാധിയിലെത്തുള്ളൂ. സമാധിയിലെത്തുകയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് ഒരു സമാധിയിലേക്ക് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ജ്ഞാനം ലഭിക്കുന്നത് നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. നമ്മുടെ പരമമായ ലക്ഷ്യം അതിനുവേണ്ടിയാണ്. അപ്പം ഇവിടെ ദമ്പതയാത്രയിൽ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വേറെ കാര്യം കൂടെ ഓർത്തു. ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ അനിത്യ അതിങ്ങനെന്താ നമുക്കൊരു അനിത്യമുണ്ടോ? അതിന്
നിരന്തര മാറ്റ വിധേയമാണ്. അല്ലെങ്കിൽ അതൊരു സ്വഭാവമൊക്കെ ദമ്പതയാത്രയിൽ തന്നെ പറയുന്നുണ്ട്. 277, 278, 279 എന്ന് പറഞ്ഞ ശ്ലോകം പറയുന്നത് ഇത് തന്നെയാണ്. അത് ഒരു കമ്പാസ് ചെയ്തോളൂ. ദമ്പതയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഇത്തരം നമ്മുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ശീലം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നിരന്തരം നമ്മൾ ശീലം ഉണ്ടാക്കുക. നവോദയാത്ര പോലെയുള്ള യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വലിയ തത്വശക്തികളുണ്ട്. അവയെ കൂടി എല്ലാവരിലും എത്തുവാൻ ഇത്തരം യാത്രകൾ നമുക്ക് ഇനിയും ഭാവിയിലും ഉണ്ടാകണം. നമ്മൾ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും മനാശംസ ഒരു പുണ്യാംഗം നടക്കുകയാണ്. കാരണം ഒരു ക്യാമ്പസ് വെച്ച് നടത്തി ഇവിടെത്തി വളരെ സമ്പൂർണ്ണമായി തന്നെ അവസാനിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ആശംസ അർപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ എൻ്റെ ആശംസ അർപ്പിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉപസമിതി ജയിക്കുകയും നമുക്ക്